അതിശ്രേഷ്ഠനാം യേശുവിനെ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ. അതിശ്രേഷ്ഠനാം യേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയരെ. ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. ശക്തിയോടെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെട്ടിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ച വട്ടം അനേകം പ്രയാസങ്ങളും പ്രതിസന്ധികളും ദേശത്ത് വന്നപ്പോൾ, ദേശത്ത് മുഴുവനും പകർച്ചപ്പനിയുടേതായ പിടിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തു പരിപാലിച്ചു. ആ ദൈവത്തിന് നന്ദി പറയുവാൻ ഏറ്റവും വകയുണ്ട്. നമുക്കൊരുമിച്ച് ധ്യാനിപ്പാൻ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-ാമത് വാക്യം. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി കളയും എന്ന് തമ്മിൽ പറഞ്ഞു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരും. സഹോദരിമാർ പരസ്പരം പറയുന്നു, നമുക്ക് വേണ്ടി ആ കല്ലുരുട്ടി മാറ്റും. ഇന്ന് പകൽക്കാലം പുറത്തോട്ട് വരുവാൻ കഴിയാത്തവണ്ണം കല്ലുരുട്ടി വെച്ച് അടച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിലേക്ക് ഇന്ന് പകൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, നിന്നെ പുറത്തു വരാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്കൊന്ന് പുറത്തു വന്നാൽ കൊള്ളാം, ഇന്ന് അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് എനിക്ക് പുറത്തു വന്നാൽ കൊള്ളാം, ഇന്ന് അനുഭവിക്കുന്ന നിന്ദകളിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വന്നാൽ കൊള്ളാം, ഇന്നത്തെ ഏകാന്തതയിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വന്നാൽ കൊള്ളാം, ഇന്നത്തെ ഒറ്റപ്പെടലിൽ നിന്ന് എനിക്ക് പുറത്തു വന്നാൽ കൊള്ളാം, എന്റെ സാമ്പത്തിക ഞെരുക്കിൽ നിന്ന് എനിക്ക് പുറത്തു വന്നാൽ കൊള്ളാം. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച ചില വിടുതലുകൾ നടത്തുവാൻ എന്റെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. ഓ ഹല്ലേലൂയ. ഓ സഹോദരിമാർ പരസ്പരം കൈമാറുകയാ. നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുക. ഉലകത്തിൽ ആരും നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ ആരില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം സ്വദൂതനെ അയച്ചു വിടുവിക്കുന്ന ദൈവം. ഓ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ. ഓ ഹല്ലേലൂയ. മരണങ്ങളിലെ ഗുപ്തനിധികളെ, ഇരുട്ടിലെ നിശ്ചയങ്ങളെ പ്രാപിച്ചെടുക്കാൻ കഴിയാത്തവണ് ഏതോ വലിയ കല്ലുരുട്ടി വെച്ച് അതിന്റെ നന്മയെ തടഞ്ഞിരിക്കുന്നുവെങ്കിൽ, 8 കല്ലുകൊണ്ട് കെട്ടി അടച്ചതുപോലെ നിന്റെ നന്മയെ കെട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തെ, നിന്റെ പ്രാർത്ഥന അനുഭവത്തെ, നിന്റെ ആത്മീക ജീവിതത്തെ, നിന്റെ ഭൗതിക നന്മകളെ, സാമ്പത്തിക മേഖലകളെ, തലമുറകളെ, ഓ ഹല്ലേലൂയ, ഏതൊക്കെ മേഖലയിൽ ശത്രു കെട്ടി അടച്ചു വച്ചിരിക്കുന്നു, ഇന്ന് പകൽക്കാലം സമസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ വലിയ വിടുതൽ വെളിപ്പെടുകയാ. ദൈവത്തിന്റെ മഹത്വം ചില മേഖലകൾ വെളിപ്പെടുകയാ. ദൈവ തേജസ് കത്തുന്ന തീ പോലെ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ. ഏതൊക്കെയോ മേഖലയിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക. ശത്രു കെട്ടിവെച്ചത്, ശത്രു അടച്ചു വെച്ചതിന് ഇന്ന് പകൽക്കാലം പൊട്ടിച്ച് പുറത്തു വരുന്ന ദിവസമത്രേ. ഓ ഹല്ലേലൂയ. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമത്രേ. യേശു കർത്താവ് പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉരുട്ടി വെച്ച കല്ലിനെ കർത്താവ് പൊട്ടിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ ദൈവപ്രവൃത്തി ഏതൊക്കെയോ ഭാരത്തിന്റെ അകത്തളങ്ങളില്ല. നിന്റെ പൈതങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയോ ആ ഉരുട്ടി വെച്ച കല്ലിന് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുക കഴിയുന്നവരോട് വന്നിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞ പുറത്തു വരാൻ കഴി കഴിഞ്ഞെന്ന് കല്ലുരുട്ടി വെച്ചതുപോലെ ചില
രോഗിയാക്കി കിടത്തിക്കളയുക ശത്രു കെട്ടിവച്ച ചില കെട്ടുകളെ ഈ പകൽക്കാലം എന്റെ കർത്താവ് അഴിക്കുക. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വന്നിട്ട് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഈ വചനത്തിന്റെ ആത്മീക മർമ്മങ്ങളെ ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ആമുഖമായിട്ട് അധികം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവ് സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. 33 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു. അനേക രോഗികളെ സൗഖ്യമാക്കി, ബന്ധനസ്ഥരെ വിടുവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, ആലയത്തെ ശുദ്ധീകരിച്ചു, പല ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി. യഹൂദന്മാർ യേശുവിനെ പിടിച്ച് കൊന്ന് അത് ക്രൂശിൽ തറക്കിച്ച് കൊല്ലുവാനിടയായി. കർത്താവിന്റെ രഹസ്യ ശിഷ്യന്മാർ യേശുവിന്റെ കല്ലറ ഒരു പുതിയ കല്ലറയിൽ വെച്ചു, ഒരു കല്ല് ഉരുട്ടി വെച്ച് അതിനെ അടച്ചു. ഇന്ന് പകൽ കർത്താവിന്റെ ചരിത്രം അവിടെ അവസാനിച്ചു എന്ന് യഹൂദന്മാർ വിധി എഴുതിയപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവസഭയ്ക്ക് ഒരു ദൂതുണ്ട്. സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തെ ശത്രു ബ്ലോക്ക് ചെയ്തിരിക്കുന്നുവെങ്കിൽ, നിന്റെ ബിസിനസിനെ ശത്രു അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ, തലമുറയുടെ നന്മയെ ശത്രു അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ, പൈതങ്ങളുടെ വിദ്യാഭ്യാസത്തെ ശത്രു അടച്ചു വച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒന്ന് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ സമസ്ത മേഖലയിലോ ഒരു പൊട്ടി പുറത്തു വരുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരാം. ആ ദൈവത്തിന്റെ മഹത്വം ഈ ലൈവിലൂടെ ഞങ്ങൾ കാണുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നലകളില് നിങ്ങൾ നന്മയെ അടച്ചു വെച്ച അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾക്ക് ശക്തമായ മുറിവേൽക്കുന്ന ദിവസമായിരുന്നു. ദൈവമക്കൾക്ക് മുന്നേറുന്ന തടസ്സമായ എരിഹോ കോട്ടയം തകർത്ത സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കല്ല് വേദപുസ്തകത്തിൽ ഒരു പ്രധാനമായ ഒരു അടയാളം. ഈ കല്ല് ഉരുട്ടി മാറ്റും. ആര് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്നാണ് സഹോദരിമാർ തമ്മിൽ സംസാരിക്കുന്നത്. പക്ഷെ ഈ കല്ല് അവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാല് അതിനെ ഉരുട്ടി മാറ്റുമ്പോൾ ചിന്തിക്കേണ്ടി വരും. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 46-47 വാക്യങ്ങൾ. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു. അവനെ വച്ചയിടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കി കണ്ടു. യേശുവിനെ വച്ച ഇടവും യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വയ്ക്കുന്നതും ആരൊക്കെ കണ്ടത്? മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസേഫിന്റെയും അമ്മ മറിയയും അത് കണ്ടു. ഇന്ന് നമ്മൾ ഉണരേണ്ടുന്ന ഭാഗം നമുക്കത് കാണാൻ കഴിയും. ആരാണ് എനിക്ക് വിരുദ്ധമായി കല്ലുരുട്ടി വെച്ചത്? വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ അവസരം തന്നപ്പോ പലരും മിണ്ടാതിരുന്നു. ഇന്ന് പകൽ നിങ്ങൾ അത് കാണാൻ തയ്യാറാകണം. അത് കണ്ടാലേ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പല കുടുംബങ്ങളെയും മുന്നോട്ട് വരാൻ കഴിയാതെ, പുറത്തു വരാൻ കഴിയാതെ, ഗുഹയ്ക്കകത്തിട്ട് അടച്ചതുപോലെ
വലിയ കല്ലുരുട്ടി വെച്ച് മുന്നോട്ട് പോകുന്ന വഴിയെ തടസ്സം ചെയ്യുന്നതുപോലെ ചില പ്രതിസന്ധികളായിരിക്കുമ്പോൾ ഇന്ന് പകൽ ആ കല്ലിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ എന്താണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സമായിരിക്കുന്ന കല്ല്? ആരോ അത് ഉരുട്ടി വെച്ചതാണ്. ഇല്ല, ഇന്ന് പകല് നീ ഉരുട്ടി വയ്ക്കാത്തതല്ല, മറ്റാരെങ്കിലും ഉരുട്ടി വെച്ചതാണോ? ഇന്ന് പകൽ നീ ഒന്ന് ഉണർന്ന് ആരാധിക്കാൻ തയ്യാറായാൽ ശത്രു ആരും ഓടിക്കാതെ ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിനക്ക് എതിരെ ഉരുട്ടി വെച്ച കല്ലിനെ ഇന്ന് പകൽക്കാലം തകർക്കുവാൻ, അതിനെ പൊട്ടിച്ച് മാറ്റുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ഏതൊക്കെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ കെട്ടിവെച്ച ചില കെട്ടുകൾ, അന്യായ ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് അഴിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങി വരികയാ. ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടട്ടെ. ദൈവമഹത്വം ചലിക്കട്ടെ, ആ ദൈവമഹത്വം ചലിക്കട്ടെ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ആ ദൈവത്തിന്റെ മഹത്വം ചലിക്കാം. ഇനി വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്ന ദിവസമത്രേ. ശത്രുവാരും ഓടിക്കാതെ ഓടിപ്പോകുന്നു ദൈവത്തിന്റെ വചനം പറയുമ്പോ ഉണർന്നാരാധിപ്പാൻ തയ്യാറായ, ആ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തയ്യാറായ, ഇന്ന് പകൽ നിനക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുക. ഇന്നലെ നിന്റെ നന്മയെ തടഞ്ഞ, നിന്റെ സാമ്പത്തിക മേഖലയെ ഒതുക്കിയ, തലമുറയുടെ ഭാവിയെ തടഞ്ഞ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ആത്മീകമായി വളരുവാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയാതെ ഇതിനെ ഒതുക്കി വെച്ച മണ്ഡലങ്ങളെ ഇന്ന് പകല് എന്റെ കർത്താവ് അടിച്ചു മാറ്റുകയാ. ഓ ഹല്ലേലൂയ! പ്രാർത്ഥനയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന, ആത്മീക ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, ഓ ഹല്ലേലൂയ, മാനുഷികമായ പൈശാചിക വെല്ലുവിളികൾ പ്രാർത്ഥനയെ കെട്ടിയ മണ്ഡലം ഇപ്പോൾ അഴിയുകയാണ്. യെസ്, സദാന റിഖടന 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 റബഖട റിഖല റബഖട റിഖല റബഖട അഴിഞ്ഞു മാറുകയാ, ചിലത് അഴിഞ്ഞു മാറുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുക. ഇത് ഒതുക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന ദിവസമത്രേ. ശക്തമായ ദൈവസാന്നിധ്യം ഇറങ്ങി വരിക. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവം ഈ ആത്മീയ ജീവിതത്തിൽ പുതുക്കം, ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഓ ഹല്ലേലൂയ! ശത്രു ഉരുട്ടി വെച്ചതിനെ ഉരുട്ടി മാറ്റാൻ അധികാരമുള്ളവൻ, മനുഷ്യൻ ഉരുട്ടി വെച്ചതിനെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി ഇന്ന് പകൽ ചിലതിനെ ഉരുട്ടി മാറ്റുകയാ. ആരും അടയ്ക്കാതെ നമ്മൾ തുറക്കുന്നവൻ എന്റെ കർത്താവ് തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. ഭൂലോകത്തിൽ ഒരു വ്യക്തിക്ക് അടയ്ക്കാൻ കഴിയാതെ ചിലത് തുറക്കപ്പെടുകയാ. ചില വാതിലുകള് ദൈവം ചിലർക്ക് വേണ്ടി തുറക്കുക. ചില അടഞ്ഞു കിടന്ന വാതിലുകള് ദൈവം ചിലർക്ക് വേണ്ടി തുറക്കുകയാ. രോഗിയാക്കി ഒതുക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാ. ചില ലോകത്തിന്റെ കെട്ടുകള് ഇന്ന് പകൽ എന്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ദൈവത്തിന്റെ കരം ശക്തമായി 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 വെളിപ്പെടട്ടെ. ദൈവം മഹത്വം വെളിപ്പെടട്ടെ. ഇനി
ദൈവത്തിലെ തീയാണ് ചില കെട്ടുകൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കണം. സഭക്കെതിരെ കെട്ടിയ ചില കെട്ടുകളെയും ഇന്ന് മുതൽ എന്റെ യേശു അഴിക്കുക. ഭാവിക്കെതിരെ കെട്ടിയത്, നന്മക്കെതിരെ കെട്ടിയത് ദൈവം അഴിച്ചു മാറ്റുകയാ. നിനക്കെതിരെ ഉരുട്ടി വെച്ച കല്ലിനെ കണ്ടുകൊണ്ട് ആരാധിച്ചോ? നിനക്കെതിരെ ഉരുട്ടി വെച്ച കല്ല് നീ കണ്ടാൽ ഏത് മേഖലയാണ് കെട്ടപ്പെട്ടതെന്ന് ഇന്ന് വരെ തിരിച്ചറിഞ്ഞാൽ, നിന്റെ പ്രാർത്ഥന അനുഭവമാണോ കെട്ടപ്പെട്ട് കിടക്കുന്നത്? ഏത് പുസ്തക വായനയാണോ കെട്ടപ്പെട്ട് കിടക്കുന്നത്? കൂട്ടായ്മ ബന്ധമാണോ കെട്ടപ്പെട്ട് കിടക്കുന്നത്? ഏത് മേഖലയാണ് കെട്ടപ്പെട്ട് കിടക്കുന്നത്? കണ്ണുകൾ ആരാധിച്ചോ? ദൈവത്തിന്റെ വിടുതലിന്റെ ദിവസമത്രേ. ഏതൊക്കെ മേഖലയിൽ നിന്നെ ഒതുക്കി ദേശത്ത് നിന്നാ മാത്രമാക്കി തീർക്കുക. വെല്ലുവിളിക്കുന്ന കെട്ടുകളെ ഇന്ന് മുതൽ എന്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ദൈവത്തിന്റെ മഹത്വം ശക്തമായി വെളിപ്പെട്ട് വരട്ടെ. ദൈവ മഹത്വം ശക്തമായി വെളിപ്പെട്ട് വരട്ടെ. വിദ്യാഭ്യാസത്തിനെതിരെ കെട്ടിയ ചില കെട്ടുകളെ ഇന്ന് മുതൽ എന്റെ യേശു അഴിച്ചു മാറ്റുകയാ. ഓ വിമല കടടരവ മുന്നോട്ട് വിടുകയെന്ന് വാദിച്ച ശത്രു കെട്ടിയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാ. ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടട്ടെ. നിന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ റട്ടിപ്പ, ശക്തിയോടെ റട്ടിപ്പ. ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കല്ല് ഉരുട്ടി വച്ചത് രണ്ട് സഹോദരിമാർ കണ്ടു. നമുക്കെതിരെ ആരൊക്കെയോ ചില കല്ലുകൾ ഉരുട്ടി വച്ചിരിക്കുക. അത് കണ്ടുണർന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഉരുട്ടി മാറ്റുവാൻ കർത്താവ് ദൂതനെ അയക്കും. നമുക്കതൊന്ന് ദൈവത്തിന്റെ സന്നിധി പറയാമോ? ഈ സഹോദരിമാർ തമ്മിൽ സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് വചനം പറയും. ഈ സഹോദരിമാരുടെ ഹൃദയത്തിലെ ആഗ്രഹം തങ്ങളുടെ മഹത്വത്തിനായിട്ടല്ല, പിന്നെയോ 3.5 വർഷക്കാലം തങ്ങളെ നടത്തി ഒരു നാഥൻ, 7 ഭൂതങ്ങളെ എന്നിൽ നിന്ന് പുറത്താക്കി എന്നെ വിടുവിച്ച നാഥൻ, അവന്റെ ശരീരത്തിലേക്ക് ആ സുഗന്ധ തൈലം പൂശണം. അതിന് തടസ്സമായിരിക്കുന്ന, ആ കർത്താവിനെ ഒന്ന് വ്യക്തിപരമായി കാണുവാൻ തടസ്സമായിരിക്കുന്ന ഒരു വലിയ കല്ലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ആ കല്ല് അതിരുട്ടി മാറ്റും. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുരുട്ടി മാറ്റാൻ കർത്താവ് എനിക്ക് ശക്തിയില്ല, ആരെനിക്ക് വേണ്ടി ചെയ്യും? അങ്ങനെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വേദനയോടെ ആരൊക്കെ എന്റെ അപ്പനോട് ചോദിക്കുന്നുവോ, ഇന്ന് പകൽ ചില കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുന്ന ദിവസമത്രേ. ഇന്ന് നീ അനുഭവിക്കുന്ന ചില നിന്ദയുടെ കല്ലുകളെ ഉരുട്ടി മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമത്രേ. നീ ഒതുങ്ങിയിരിക്കേണ്ടുന്ന വ്യക്തിയല്ല, നീ ഒതുങ്ങി കൊടുക്കരുത്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ സ്വയം ഒതുങ്ങിയല്ലേ പല മേഖലയിലും. അതുകൊണ്ടല്ലേ ശത്രു നിന്നെ ഒതുക്കുന്നത്. നീ പുറത്തു വരാൻ തയ്യാറായിക്കോ. വ്യക്തത വരട്ടെ. എനിക്ക് യേശുവിനെ വ്യക്തിപരമായിട്ട് ഒന്ന് കാണണം. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കണം. നിനക്ക് താല്പര്യമുണ്ടോ? ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ആ ഒരു വാഞ്ചയുള്ളവരെ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. തടസ്സങ്ങളെ മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം
10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 2:10-11 വാക്യങ്ങൾ. അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചു. എലീശയെ നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നീ എന്നെ കാണുന്നു എങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും. അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല. അല്ലെങ്കിൽ ഉണ്ടാകില്ല. ഏലിയാവ് എലീശയോട് പറയുകയാണ്, നീ ചോദിക്കുന്നത് എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകമാണ്. അത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് ലഭിക്കും, അല്ല എങ്കിൽ ലഭിക്കൽ. ഇന്ന് പകൽ ദൈവമക്കളെ, കർത്താവിന് പറയാനുള്ളത്, നിനക്കെതിരെ നിന്റെ ആത്മീക ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന്, നിന്റെ സാമ്പത്തിക മേഖലയ്ക്ക്, ബിസിനസ് മേഖലയ്ക്ക് എതിരായിരിക്കുന്ന ആ കെട്ട്, ആ കല്ല് എന്താണെന്ന് കണ്ടെത്തുവാൻ ഒരു വാഞ്ച നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. എലീശയോട് പറയുന്നു, അത് ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടും, നീ കണ്ടാൽ നിനക്കത് ലഭിക്കും, അല്ലെങ്കിൽ ലഭിക്കില്ല. എന്താ നമുക്ക് പലതും ലഭിക്കാതെ പോകുന്നത്? നമുക്കത് കാണാൻ താല്പര്യം കുറവാണ്. എലീശ അതിന് കൊടുത്ത വില എന്താ? ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക്, ബേഥേലിൽ നിന്ന് എരിഹോവിലേക്ക്, എരിഹോവിൽ നിന്ന് യോർദാങ്കിലേക്ക് ഈ ഏലിയാവ് പോകുമ്പോൾ ഏലിയാവ് പറയുന്നു, എലീശ നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ദൈവം എന്നെ അടുത്ത സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നു. എലീശയ്ക്ക് പറയാൻ ഒറ്റ മറുപടിയാണുള്ളത്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഇരട്ടി പങ്ക് പ്രാപിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് പകൽ ഈ യേശുവപ്പരുടെ എത്രകൾക്ക് പറയാൻ താല്പര്യമുണ്ട്, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയാൻ. എന്റെ മുമ്പിലുള്ള നിന്ന നീക്കിയല്ലാതെ ഞാൻ ഇന്ന് ആലയം വിട്ട് പോകയില്ലെന്ന് പറയുവാൻ ഇന്ന് എത്ര തയ്യാറാകുന്നു? അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇത് നമ്മുടെ വിടുതലിന്റെ ദിവസമോ. അടുത്ത സമയം വരെ കാത്തിരിക്കണ്ട, അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണ്ട. ദൈവ സ്പോട്ടിൽ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുക, ദൈവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക, ചില കെട്ടുകളെ അഴിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെയോ മേഖലകള് നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് ദൈവത്തിനെ പുറത്തു കൊണ്ടുവരുന്ന പകലത്തെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കപ്പെടുകയോ. ചില നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്നു. പ്രാർത്ഥിച്ചാരാധിച്ചോ, ആരാധിച്ചേറ്റെടുത്തോ, നിന്റെ ദേശത്തോ ദൈവം മാനിക്കാൻ പോകുകയോ. എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെയൊക്കെ മാനിക്കപ്പെടാൻ പോകുകയോ. ഓ ഹല്ലേലൂയ! പരിശുദ്ധനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. നിന്നിച്ച സ്ഥാനത്ത് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില അന്യായ ബന്ധനങ്ങള് എന്റെ കർത്താവ് അടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമഹത്വം ചലിക്കുക, ദൈവമഹത്വം ചലിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതത്തെ ചെയ്തുകൊണ്ടിരിക്കുക. ചില കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഓ യെസ് യെസ് യെസ്. ചില കുടുംബങ്ങൾ കണ്ടെത്തുന്ന ചില നിന്നയെ എന്റെ ദൈവം എടുത്തു മാറ്റി ഓ ആനന്ദത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ഒതുങ്ങി കൊടുക്കരുത്, ഏൽപ്പിച്ചു കൊടുത്തോ ദൈവത്തിന്റെ സന്നിധിയില്ല. ഈ സഹോദരിമാർ യേശുവിന്റെ കല്ലറ വാതിൽക്കൽ കല്ലുരുട്ടി വെച്ചത് കണ്ടിട്ട് അവർ വീട്ടിലേക്ക് പോയത്. ഏലിയാവ് എലീശയോട് പറയുന്നു, ഞാൻ നിങ്ങൾ എടുത്തുകൊള്ളുന്നത് നീ കണ്ടാൽ നിനക്കത് ലഭിക്കും. അടുത്ത ഭാഗം പറയുന്നത് എലീശ അത് കണ്ടു. ഹല്ലേലൂയ! എലീശ അത് കണ്ടു. ഏലിയാവിന്റെ പുതപ്പുമായി മടങ്ങി വരിക, കരകവിഞ്ഞ് വീഴുന്ന യോർദാന്റെ മേൽ അടിക്കുമ്പോൾ
യോർദാൻ വിഭാഗിക്കപ്പെട്ടു. നിന്റെ മരണത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ ഇന്ന് പകൽ ഒരു അഭിഷേകം വ്യാപരിക്കാം. നല്ല പ്രായത്തിൽ തകർത്ത് കളയാൻ ശത്രു വിരിച്ച ചില വലകളെ ഇന്ന് കർത്താവ് പൊട്ടിക്കുക. ഈ ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന ദൈവം ചില ആയുസ്സിനോട് വെല്ലുവിളിക്കുന്ന ചില ജീവിതങ്ങളുടെ ശത്രു കെട്ടിയ ചില കെട്ടുകളെ, ശത്രു ഉരുട്ടി വെച്ച ചില കല്ലുകളെ എന്റെ കർത്താവ് പുറത്തെടുക്കുക. മരണത്തിന്റെ കെണികളെ എന്റെ കർത്താവ് പൊട്ടിക്കുക. ശക്തമാണ് ദൈവത്തിന്റെ മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. ചില അപകടങ്ങൾ വരുത്തി ചില തകർത്തുകളെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അപകടങ്ങളെ ഇന്ന് പകൽ എന്റെ കർത്താവ് പൊട്ടിച്ചു മാറ്റുകയാണ്. ദൈവാത്മാവ് പറയുന്നു, ചില നാളുകൾക്ക് മുമ്പ് അപകടത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് ഉറക്കമെന്ന ചില വ്യക്തിയുണ്ട്. ഒന്നിലധികം പേര്. ദൈവത്തിന്റെ കരമാണ് നിന്നെ വിടുവിച്ചത്. ഇതുവരെ നിർത്തിയെങ്കിൽ ഇത് നടത്താൻ ശക്തമാണ്. മരണത്തിന്റെ നീക്കുപോക്ക് ദൈവത്തിനുള്ളതാണ്. തകർത്ത് കളയാൻ ശത്രു കെട്ടിവെച്ച ചില കെട്ടുകളെ അഴിച്ച് ചില മരണത്തിന്റെ കെടുകളിൽ പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, മറ്റാർക്കും ലഭിക്കാത്ത വിധ നന്മകളെ പ്രകടനപ്പെടുവാൻ. ഓ ഹല്ലേലൂയ! നിന്റെ കൈകളുടെ അധ്വാനം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് വചനം പറയുമ്പോ നീ അധ്വാനഫലത്തിന് നന്മ അനുഭവിക്കാൻ കഴിയാതെ ശത്രുകെട്ടുകളെ കെട്ടുകളെ ഇന്ന് പകൽ കർത്താവ് അഴിച്ചു മാറ്റുന്നു. ഹല്ലേലൂയ! യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം പഠിക്കുമ്പോ 38 വർഷമായി കുളക്കരവിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വായിക്കാമോ? അവൻ കിടക്കുന്നത് യേശു കണ്ടു. നീ അനുഭവിക്കുന്ന കഷ്ടതകള്, വേദന, നിന്ന, പരിഹാസം യേശുവിന് അറിയാൻ കഴിയുന്നുണ്ടോ? എന്താ അറിയാൻ കഴിയാതിരിക്കുന്നത്? യേശുവിന് കാണുവാനുള്ള വഴിയിലല്ല നമ്മൾ. യേശുവിന് കാണുവാനുള്ള പാകത്തിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം നിന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ ദൂതന്മാർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. യെശയ്യാവ് 40:31 പറയുന്ന, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും, മകനെ ഇതാകുന്ന വഴി, ഇതിലെ നടന്നുകൊള്ളുക. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരു ദൈവപൈതന്റെ മേൽ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും. എന്റെ മേൽ നിന്നും ദൈവത്തിന്റെ ദൃഷ്ടി മാറിപ്പോയോ എങ്കിൽ ഭയപ്പെടണം, കരഞ്ഞ് നിലവിളിക്കണം, ദൈവത്തോട് കരയണം. കർത്താവേ, എന്റെ നിന്ന് നോട്ടം മാറ്റിക്കളയരുത്, അവിടുത്തെ ദൃഷ്ടി എന്റെ മേൽ നിന്ന് മാറ്റിക്കളയരുത്. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചിലർ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നീ മനഃപൂർവ്വം ഒതുങ്ങിപ്പോയ മണ്ഡലങ്ങളിൽ നിന്ന് നീ പുറത്തു വരാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ അപ്പൻ ഒരുക്കമായി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ! സ്വർഗത്തിലെ അപ്പൻ, അതെ, യേശു കർത്താവിനെ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വലയുമായി പോയി പിന്നെയും മീൻ പിടിക്കാൻ. യേശു കർത്താവ് കരുണാമയനായ അപ്പൻ
പിന്മാറിപ്പോയവരെ കുറിച്ച് കുറ്റം പറഞ്ഞു മാറി നിൽക്കാതെ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു അപ്പനെയാ നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകൽ മനഃപൂർവ്വമായി ആർക്കൊക്കെ മടങ്ങി വരാൻ തയ്യാറാകുന്നു, പിന്നൊരിക്കലും കർത്താവിന്റെ ശിഷ്യന്മാർ വള്ളവും മലയും എടുത്തു പോയിട്ടില്ല. അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അത് മാളിക മുറിയുടെ മുകളിൽ കൂടിയിരുന്നു. അവർ എന്താ പിന്മാറി പോകാത്തത്? ഒരിക്കൽ പിന്മാറിപ്പോയ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരപ്പനെ അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ ഇതെന്നെ ജനിപ്പിച്ച അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ലെങ്കിലോ സ്വർഗത്തിലെ അപ്പൻ ചിലത് കരുതി വച്ചിരിക്കുകയാണ്. അത് കാണുവാനുള്ള ഒരു കാഴ്ച യേശു കർത്താവിന്റെ കല്ലറ വാതിൽക്കൽ കല്ലുരുട്ടി വച്ചിരിക്കുന്നത് ഈ സഹോദരിമാർ കണ്ടു. എന്നിട്ട് അവർ ഭവനത്തിലേക്ക് പോയി. മർക്കോസ് സുവിശേഷം 16-1 ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. അവർ കണ്ടതാണ് യേശുവിനെ കല്ലറയ്ക്കകത്ത് വച്ച് വലിയ കല്ലുരുട്ടി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ ചരിത്രം അതോടെ അവശേഷിച്ചു എന്ന് 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർ പോലും കരുതിയപ്പോൾ എന്തിനാ ഈ സഹോദരിമാർ വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങിയത്? യേശുവിനെ കാണുവാൻ വില കൊടുക്കണം. അലസരായി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവൻ യേശുവിനെ കാണാൻ കഴിയില്ല. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്ത് ഭയവിഹുലരായിരിക്കുമ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി ജീവിതം തിരിച്ചു തന്ന ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സ്വസ്ഥതയില്ല. അവൾ ഒരു സഹോദരിയെ കൂട്ടി സുഗന്ധവർഗം വാങ്ങാൻ പോകുകയാണ്. ദൈവം ഒരു നന്മ തന്നെങ്കിൽ നീ സ്വസ്ഥമായി ഇരിക്കരുതോ, നിനക്ക് ഒഴിവഴികൾ പറയരുതോ. ആ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ കഴിയണം. ആ കർത്താവിനെ എത്ര കണ്ടാലും മതിവരാത്ത അനുഭവങ്ങൾ നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. എല്ലാ സമയവും ആ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ കാണാൻ ഇഷ്ടമാണ്, നമ്മുടെ തലമുറകളെ കാണാൻ ഇഷ്ടമാണ്. അല്പസമയം കണ്ടില്ല നമ്മൾ വിളിച്ചും എവിടെയാണ് എന്ന് അന്വേഷിക്കും. പക്ഷെ യേശുവപ്പനെ കാണാൻ എത്രമാത്രം താല്പര്യമാണ് നമുക്കുള്ളത്? യേശുവപ്പനുള്ള സ്നേഹം എവിടെയാണ്? കർത്താവിനോടുള്ള ബഹുമാനം എവിടെയാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം അത് തിന്മയ്ക്കായല്ല, നന്മയ്ക്കായുള്ളതാണ്. എന്തേ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? ഞാനും തന്നെ ഒതുങ്ങി കൊടുക്കുക ഇല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇല്ല, ഇന്ന് പകൽ പുറത്തു പറയാൻ മനസ്സുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാണ്. ഈ 2 സ്ത്രീകൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ചിന്ത, അവർ തമ്മിൽ സംസാരിക്കുക, നമുക്ക് വേണ്ടി ആരെ കല്ലുരുട്ടി മാറ്റും? യേശുവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെ വിളിക്കാമായിരുന്നു ആ കല്ലുരുട്ടി മാറ്റാൻ. അവരിപ്പോ മുറി അടച്ചകത്ത. അനേകം ദൈവദാസി ദാസന്മാരെന്ന് പറയുന്നവരെല്ലാം മുറിക്കകത്ത് അടച്ചിരിക്കുക. അതുകൊണ്ട് ആ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നത്. ഇല്ല, ആ കെട്ടുപൊട്ടി പുറത്തു വരണം. ഇന്ന് ചില കെട്ടുകളെ അഴിക്കുന്ന ദിവസമാണ്. കർത്താവിന് വിടുവിപ്പാൻ മനസ്സുണ്ട്. പക്ഷേ ആ ഹൃദയത്തിന്റെ അകത്ത് ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചതുപോലെ നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയണം. ഞാൻ ഈ സുഗന്ധവർഗം വിലപ്പെടുത്തു വാങ്ങുന്നത് വെറുതെയല്ല, യേശുവിന്റെ ശരീരത്തിൽ പൂശാനാണ്. പക്ഷെ കല്ലുരുട്ടി വെച്ചത് ഞാൻ കണ്ടതാ, ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാ. പക്ഷെ ആ കല്ലുരുട്ടി വെച്ച ആ കല്ലിലേക്കല്ല അവിടെ പ്രശ്നം. എന്ത് വില കൊടുത്തും യേശുവിന്റെ ശരീരത്തിൽ ഈ സുഗന്ധ തൈലം വില കൊടുത്തു വാങ്ങിയതിനെ യേശുവിന്റെ ശരീരത്തിൽ പൂശും. പണ്ട് കാലത്ത്, എന്റെ ബാല്യകാലത്തൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അതുവരെ ജീവിച്ചിരിക്കുമെന്നോ പോലും അന്വേഷിക്കാത്ത ആളുകളും ഒരു പട്ടും കച്ചയുമായിട്ട് വരും. ഈ മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരത്തിൽ മൂടും. അതൊരു ക്രെഡിറ്റ് അവർക്ക്. 10 പേര് കൂടി നിൽക്കുമ്പോ ഒരു പട്ടും കച്ചയും കൊണ്ട് കൊടുക്കുക. ഇന്ന് അതില്ലാത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
ജീവിച്ചിരിക്കുമ്പോൾ തോർത്തു വാങ്ങി കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാവുകയില്ല. മരിച്ചു എന്ന് അറിയുമ്പോ ഒരു പട്ടും കച്ചയൊക്കെ വാങ്ങിച്ച് 10 പേര് കൂടി ഇരിക്കുമ്പോ കൊണ്ട് വിശാലമായിട്ട് അങ്ങ് വിരിക്കും. ഞാൻ സ്കൂളിൽ പഠിച്ചൊരു പാഠമുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു, അടക്കം കഴിഞ്ഞു. അടക്കം കഴിഞ്ഞിട്ട് മണ്ണെല്ലാം മൂടി, ശവക്കുഴിയെല്ലാം മൂടിയിട്ട് ആ ദേശത്തിലെ ഒരു കരക്കാരൻ എന്ന് പറഞ്ഞ പ്രമാണി വന്ന മരിച്ച ആളിന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ആ പ്രേതം അടയ്ക്കതിന് ചുറ്റും തൂവാൻ ഇത്തിരി പച്ചരി വേണം. ആ മരിച്ച ആളിന്റെ ഭാര്യ ദയനീയമായിട്ട് ആ മനുഷ്യന്റെ, മഹാനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഇത്തിരി പച്ചരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവ് ഇന്ന് മരിക്കില്ലായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അല്പം പച്ചരി വാങ്ങി കൊടുക്കാൻ ഞാൻ മറന്നു. 45 വർഷമായി പഠിച്ചിട്ട്. അതെ, നോക്കണമേ, ഈ ജീവിച്ചിരുന്നപ്പോൾ ഒരല്പം പച്ചരി വാങ്ങി കൊടുക്കാനായിട്ട് മനസ്സില്ലാത്തവരെല്ലാം അടക്കം കഴിഞ്ഞ് നാട്ടുകാരെ കാണിക്കുവാൻ അതിന്റെ മുകളിൽ പച്ചരി വിതറാനായിട്ട് വരികയാ. എന്നാൽ ദൈവം പറഞ്ഞല്ലേ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ മനസ്സില്ലാതെ നിന്റെ തകർച്ചയിൽ അതെ അവിടെ വെച്ച് 4 പേർ കാണുക ചെയ്യുന്നതല്ല ദൈവപ്രവൃത്തി. ഈ സഹോദരിമാരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയുമില്ല. ഇന്ന് പകല് ആ വലിയ കല്ലുരുട്ടി വെച്ചത് കണ്ടതാ. നിന്റെ ജീവിതത്തിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അകത്ത് പ്രത്യാശ വരട്ടെ. നീ ആദരം തുറന്ന് ആ ദൈവത്തിന് മഹത്വം കൊടുത്തോ. നഷ്ടപ്പെട്ടതിന് തിരികെ തരുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ലോകം മുഴുവൻ പറഞ്ഞില്ലേ യേശുവിന്റെ ചരിത്രത്തോടെ അവസാനിച്ചുവെന്ന്? കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെ പ്രത്യാശ. ഈ ലോകത്തിലെ സ്നേഹിതരും ബന്ധുക്കളും ജനിപ്പിച്ച അപ്പനും അമ്മയും കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ നടത്താൻ കഴിയുന്ന ഒരു യജമാനൻ നമുക്കുണ്ട്. ഈ സ്ത്രീകൾ വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങി. കർത്താവിനെ ആരാധിക്കാൻ വില കൊടുക്കണം, എങ്കിലേ കെട്ടുപൊട്ടു. ദൈവത്തെ ആരാധിക്കുക, മുടന്ത ന്യായം പറഞ്ഞ് സഭായോഗം മുടക്കിയാൽ, കൂട്ടായ്മകൾ മുടക്കിയാൽ എങ്ങനെ കർത്താവിനെ അനുഗ്രഹിക്കാൻ കഴിയും? ഇന്ന് പകല കെട്ടുപൊട്ടി പുറത്തു വരണം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 56-ാമത് വാക്യം. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. സുഗന്ധവർഗം ഒരുക്കി സ്വസ്ഥമായിരിക്കുക. ചിലത് ഒരുക്കാൻ ഒരു ബദ്ധപ്പാടുണ്ടാകും. നമുക്ക് ഈ ആരാധന സഭായോഗത്തിന് വേണ്ടി എത്ര പേരാണ് ഒരുങ്ങിയത്? എത്ര പേര് ആത്മാർത്ഥമായി ഒരുങ്ങി? എത്ര പേരാ ദൈവത്തോട് പറയും, കർത്താവ് ഇന്ന് പകൽ ദൈവം എന്നോട് സംസാരിക്കണമെന്ന്? അങ്ങനെ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയാണ് കല്ലുരുട്ടി മാറ്റുന്നത്. ഞാനിങ്ങനെ നിർബന്ധിച്ച് നിങ്ങളെ നേരത്തെ കണ്ടത് പറയാൻ, നിങ്ങൾ വന്ന് ഒരുങ്ങാൻ വേണ്ടിയാണ്. ചില കല്ലുകൾ ഉരുട്ടി മാറ്റാൻ എന്റെ കർത്താവിന് ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മൾ പിന്നെയും ഇതിവിടെ ഇരുന്നാലും കുഴപ്പമില്ല. അതാണ് പണ്ടേ ചിന്ത. ഈ കല്ലിരിക്കുന്നിടത്തോളം കാലം നീ വില കൊടുത്ത് വാങ്ങിയ സുഗന്ധ തൈലം യേശുവിന്റെ മേൽ പൂശാൻ കഴിയില്ല. ആ കല്ല് നിനക്ക് തടങ്കൽ പാറയായി മാറും. ലൂക്കോസ് 22-ാം അധ്യായം 12-ാം വാക്യം. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. യേശു കർത്താവിന്റെ അന്ത്യത്താഴത്തിന് വേണ്ടി ഒരു വിരിച്ച് ഒരുക്കപ്പെട്ട വന്മാളിക. ഇന്ന് പകൽ കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ നമ്മൾ വിരിച്ചൊരുക്കപ്പെട്ട മാളികയിലേക്കാണ് വരുന്നത്. എന്താ കാര്യം? അവിടെ കർത്താവുണ്ട്. കർത്താവിനോടുകൂടെ പന്തിഭോജനം പങ്കിടാനാണ് വരുന്നത്. വിരിച്ചൊരുക്കപ്പെട്ട മാളികയിലേക്ക് യേശു ശിഷ്യന്മാരെ പറഞ്ഞേക്കാം, അവിടെ ഒരുക്കണം. നമുക്ക് ആലയത്തെ ഒരുക്കുവാൻ നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നതാണ്. ആലയത്തെ വിശുദ്ധീകരിക്കണം, ഇവിടുത്തെ ഉപകരണങ്ങളെ വിശുദ്ധീകരിക്കണം, ഇവിടെ ശുശ്രൂഷിക്കുന്നവർ വിശുദ്ധീകരിക്കണം. എന്താ?
വിശുദ്ധനായ ദൈവമാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. ഇവിടെ വിജയഭാസ് എത്ര കണ്ണക്ഷോഭം ചെയ്തിട്ട് കാര്യമില്ല. എന്റെ അപ്പൻ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. എന്റെ കർത്താവ് ഇറങ്ങി വരണമോ, അതിനായ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോ, മത്തായി സുവിശേഷം 25:10, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിലടയ്ക്കുകയും ചെയ്തു. ഇതാ വാതിലടയേണ്ട സമയമാണ്. പലരും വാതിലടയ്ക്കുന്നത് കാത്തിരിക്കുക വരാൻ. ഞാനും വന്ന് കർത്താവേ എന്ന് പറയാൻ അല്ല, കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പേ നീ അകത്ത് കയറണം. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം, ഒരൊറ്റ വാതിൽ പണിതാൽ മതി. ദൈവം പറഞ്ഞതല്ല. അകത്ത് കയറി കഴിഞ്ഞ് ദൈവം വാതിലടച്ചു. വാതിലടച്ച ശേഷം പലരും വന്നു. പെട്ടകത്തിനകത്ത് കയറാൻ അനുവാദം ഉണ്ടായില്ല. ഈ കൃപയുടെ പെട്ടകത്തിനകത്ത് കയറാൻ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എത്രമാത്രമാണ് നമുക്ക് ഒരുക്കമുള്ളത്? പലരുടെയും ചിന്ത ഇപ്പൊ ഉള്ളത് തന്നെ കൂടുതലാ. ഇനി എന്തിനാ ഒരുങ്ങാൻ? ഇല്ല, മൂക്കിൽ ശ്വാസം പോകുന്നവരെ നീ ഒരുങ്ങണം. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യതയുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങുവാൻ എത്ര പേർ തയ്യാറാണ്? അതെ, കർത്താവ് ഒരുങ്ങിയിരുന്നവരെ മണവാളനോടൊപ്പം അകത്ത് കയറി വാതിൽ അടയ്ക്കുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് പുറം വാതിൽ നിയമനം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം പലപ്പോഴും പത്രത്തിലൊക്കെ വരാറുണ്ട്. സ്വർഗത്തിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. യേശു പറയും, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവനെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. കർത്താവിലൂടെ കടക്കുവാൻ കൃപയുടെ വാതിൽ അടയാൻ സമയമായി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് യൂട്യൂബിൽ ഞാൻ കേട്ടത്, ഇനി ചില നാളുകളെ അതേ ഉള്ളൂ യേശു മധ്യാകാശത്തിൽ വരാം. അതിൽ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ സഭ മണവാട്ടി തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കണം, തന്റെ പ്രിയ മണവാളനോടൊപ്പം മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ. ഈ കല്ലിനെ കുറിച്ച് നീ വ്യാകുലപ്പെടേണ്ട. നീ കണ്ടതാണ് ഈ കല്ല്. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവിനെ അടക്കം ചെയ്ത കല്ലറ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു കണ്ടതാണ് ഇവര്. പിന്നെ എന്തിനാ വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങാൻ പോയത്? അതാണ് പ്രത്യാശ. ഞാൻ ഈ സുഗന്ധവർഗം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് കല്ലുരുട്ടി മാറ്റി. ആ ഒരു ദാഹം അകത്തുണ്ട്. യേശു കർത്താവ് 3-ാം നാൾ ഉയർക്കുമെന്ന് പറഞ്ഞതൊക്കെ ശിഷ്യന്മാർ മറന്നുപോയി. ലൂക്കോസ് 24-ാം അധ്യായം 7-ാം വാക്യം. ലൂക്കോസ് 24:7. അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. യേശു കർത്താവിനോട് ഓർത്തുകൊള്ളാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 9-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 9-ാമത് വാക്യം, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ശിഷ്യന്മാരത് അറിഞ്ഞില്ല. യേശു പറഞ്ഞു, പക്ഷെ ശിഷ്യന്മാരത് അറിഞ്ഞില്ല. ഇന്ന് പകൽ പ്രസംഗിക്കുന്ന ദൈവവചനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ദിവസം അറിഞ്ഞില്ല എന്ന് പറയരുത്. ഈ വചനം ഒരു ദിവസം സാക്ഷ്യം പറയും. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിരിക്കുന്ന തേക്കിൻ മരങ്ങൾ അന്ന് വന്ന് പറയും, വിജയഭാസ് ഞങ്ങൾ കേട്ടത്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ സൈഡിൽ തെങ്ങ് മരങ്ങളും സാക്ഷ്യം പറയും, ഞങ്ങൾ കേട്ടത്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ശിഷ്യന്മാർ കേട്ടില്ല. പക്ഷെ കേട്ടൊരു കൂട്ടരെ കുറിച്ച് നമ്മൾ വായിക്കണം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ. കർത്താവിനെ ആരാധിക്കുകയും ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവർ
പലപ്പോഴും ദൈവവചനം കേട്ടിട്ട് കേൾക്കാതെ പോകുമ്പോൾ ഇതാ കേൾക്കാതെ കേട്ട ചിലർ, യേശുവിന്റെ കൂടെ നടന്നവരല്ല, യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ നടന്ന ഒരു കൂട്ടർ ഇതിനെ കുറിച്ച് അറിഞ്ഞു. വായിക്കാവുന്ന വേഗം. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. നോക്കണമേ, ശിഷ്യന്മാർക്ക് ഇത് മറന്നുപോയി. ആർക്ക് ഓർമ്മ വന്നു? ഇതാണ് നമ്മുടെ സംഭവം. നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സഹായം നമ്മുടെ വീട്ടിൽ നിന്നാൽ ഹിന്ദുക്കളായവരോട് ചോദിക്കുന്നു, നീ ഇന്ന് പള്ളിയിൽ പോയിരുന്നു? അവർക്കറിയാം നീ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും അഭിഷേകം സ്വർഗത്തിൽ പോയിരിക്കുന്ന ക്രിസ്ത്യാനി നിനക്കറിയാമോ? എന്താ അതിന്റെ മുമ്പിൽ ആ കല്ല് മാറാത്തത്? എന്താ കെട്ടഴിയാത്തത്? ദൈവത്തെ സേവിക്കുന്നവനെയും സേവിക്കാത്തവനെയും വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനെ തകർത്തു കളയുവാൻ നിന്നവൻ പറയുകയാ, ഞങ്ങൾക്കിത് ഓർമ്മ വന്ന്. എന്താ? ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ, നല്ല വാക്കുകൊണ്ടല്ല യേശുവിനെ അഭിസംബോധന ചെയ്യുന്നെങ്കിലും ജീവിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ യോഹന്നാൻ നമ്മൾ വായിച്ചെന്താ? യേശുവിന്റെ ശിഷ്യന്മാർ അത് അറിഞ്ഞില്ല. നമ്മൾ പലതും കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ല, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുക. ഇല്ല, ഈ പുറമൂടിയെല്ലാം മാറണം. വ്യക്തിപരമായി കർത്താവുമായുള്ള ബന്ധത്തിൽ വരണം. എന്റെ ശരീരം ബലഹീനമാകുമ്പോൾ അത് കർത്താവിനോട് നേരിട്ട് പറയാൻ ഒരു പ്രാഗൽഭ്യം ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വിശന്ന എന്റെ ഭാര്യ ആഹാരം കഴിച്ച് എന്റെ വിശപ്പ് മാറില്ല, ഞാൻ തന്നെ കഴിക്കണം. രക്ഷ വ്യക്തിപരമാണ്. ഭാര്യ മാനസാന്തരപ്പെട്ടാൽ ആ പേര് പറഞ്ഞു ഭർത്താവിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെ ശുപാർശ അവിടെ എത്തില്ല. വ്യക്തിപരമായി ഈ കർത്താവുമായുള്ള ബന്ധത്തിൽ തിരിച്ചറിവുന്ന എല്ലാ കുഞ്ഞുങ്ങളും വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിലായിക്കൊള്ളണം. എങ്കിലേ കർത്താവിന് നമുക്ക് നമ്മോട് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. വേദപുസ്തകം പഠിക്കുമ്പോൾ മുലകുടി മാറിയ പ്രായത്തിൽ ശമൂവേലിനോട് ദൈവം സംസാരിച്ചു. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള സംസാരിക്കേണ്ട സമയം എത്രയോ കഴിഞ്ഞു. എന്തേ സംസാരിക്കാൻ കർത്താവിന് കഴിയാത്തത്? നമ്മുടെ ഒരുക്കമില്ലായ്മയാണ്, നമ്മുടെ അലസതയാണ്. അലസത മാറണം. ആത്മീകമായി മുന്നേറുവാൻ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിശദമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. 3-ാം നാൾ വരെ ദൈവത്തിന്റെ വാഗ്ദത്വത്തിനെതിരെ എഴുന്നേറ്റിരിക്കുന്ന ഒരു കൂട്ടം. നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഫലിക്കാതിരിക്കുക, അതിന് തകർത്ത് കളയുവാൻ, നിന്നെ പിന്മാറ്റത്തിനെ കൊണ്ടുപോകുവാൻ, വലിച്ചു കൊണ്ടുപോകാൻ കൂട്ടുന്ന ഒരു കൂട്ടർ മാറി നിൽക്കുക. പത്രോസ് 5:8 പറയുന്നു, അവൻ ആരെ വിഴുങ്ങേണ്ടുന്ന അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കുക. നിന്റെ തകർച്ച കാണാൻ, നിന്റെ സന്തോഷം എടുത്തു കളയുവാൻ, നിന്റെ ആത്മീക നിലവാരത്തെ തകർത്ത് കളയുവാൻ. അടുത്ത വാക്യം. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അവർ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആരറിഞ്ഞു? സുവിശേഷ വിരോധികൾ അറിഞ്ഞു, ക്രിസ്തു വിരോധികൾ അറിഞ്ഞു. ക്രിസ്ത്യാനികൾക്ക് അറിയാൻ കഴിഞ്ഞോ? യേശുവിന്റെ ശിഷ്യന്മാർ അതുവരെ അറിഞ്ഞില്ലെന്നാണ് യോഹന്നാൻ വായിച്ചത്. സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് പലതും അറിയാതിരിക്കുമ്പോ പിശാചിനെല്ലാം അറിയാം. നമ്മളെക്കാൾ വചനം അറിയാം.
എന്താണ് ദൈവപ്രവൃത്തി നടക്കുന്നതെന്ന് അവനറിയാം. അവൻ അതിനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹെരോദാവും കൂട്ടരും യേശുവിനെ ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ കല്ലറയിൽ കല്ല് വെച്ച് അടച്ച് ഉറപ്പാക്കിയതുപോലെ, മുദ്ര വെച്ചതുപോലെ, ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ആരാധിക്കുന്ന സമയത്ത് എന്റെ മേൽ ശത്രു വെച്ച മുദ്രകൾ പൊട്ടുമെന്ന്, ആ സീലുകൾ പൊട്ടുമെന്ന്? ഇന്ന് പകർന്ന് ഉണർന്ന് ആരാധിപ്പതി തയ്യാറായാൽ നിനക്കെതിരെ ശത്രു കെട്ടിവെച്ച ചില സീലുകൾ പൊട്ടിത്തെറിക്കുക. രാജാവിന്റെ മുദ്രയെ പൊട്ടിക്കുവാൻ അധികാരമുള്ള കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഇന്നലകളില് ശത്രു നിനക്കെതിരെ കെട്ടിവെച്ച നിന്റെ ആത്മീക ജീവിതത്തിനെതിരെ, നിന്റെ ഭൗതിക നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ ശത്രു കെട്ടിവെച്ച ചില അന്യായ ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഭവനത്തിൽ ചെല്ലുമ്പോൾ ചില കെട്ടുകൾ പൊട്ടിയത് കാണണം. ഭാരത്തിൽ കയറുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുന്ന അനുഭവം ഇന്ന് പകൽ അതിന് തിരശ്ശീല വീഴുകയോ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ശിഷ്യന്മാർ കാണാതെ പോയപ്പോൾ, അറിയാതെ പോയപ്പോൾ, ഓർക്കാതെ പോയപ്പോൾ ക്രിസ്തു വിരോധികൾ ഇതെല്ലാം കുറിച്ചു വെച്ച ചുമ്മാല്ല രാജാവിനോട് പോയി പറയുകയാ, ഞങ്ങൾ കാവൽക്കൂട്ടത്തിൽ വേണം, ആ കല്ലറ മുദ്ര വയ്ക്കണം, ചതിവ് നടക്കരുത്. നമ്മളെ പലപ്പോഴും ശത്രു ചതിച്ചിട്ടിരിക്കുകയില്ലേ? നമുക്കൊന്ന് ഉണർന്നെടുക്കുകയാണെങ്കിൽ എന്താണ് കർത്താവ് എന്റെ മുമ്പിലുള്ള കല്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകും. കർത്താവിനുമായുള്ള ബന്ധത്തിൽ, ആത്മീക ജീവിതത്തിൽ, വ്യക്തിപരമായി യേശുവിനെ കാണുവാൻ കഴിയാതെ ഏതൊക്കെയോ കല്ലുകൾ എന്റെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു. അതൊന്നും പകൽക്കാലം തിരിച്ചറിയാൻ കഴിഞ്ഞ ഈ സഹോദരന്മാർ അത് കണ്ടിട്ടും അവിടെ ആകത്ത് കത്തുന്നൊരു പ്രത്യാശ. അവർ വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങി ശബത്ത് ദിവസം അത് ഒരുക്കി വെച്ചു. 28-1 ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇവിടെ കല്ല് ഉരുട്ടി മാറ്റുന്ന ചിന്തയോടെ തമ്മിൽ സംസാരിച്ച് അവർ വീട്ടിയിരുന്നില്ല. പിന്നെയോ കല്ലറയ്ക്കലേക്ക് ചെന്നു. നമ്മൾ പലപ്പോഴും ഞാൻ വീട്ടിയിരുന്നാലും ദൈവം കേൾക്കുമെന്ന് പറയുന്നവരാ. ഇല്ല, കല്ലറയില് കെട്ടുപൊട്ടണമോ? ഒരു ഭൂകമ്പം നിന്റെ ജീവിതത്തിൽ കാണണമോ? കല്ലറയുടെ കല്ല് മാറണമോ? നീ ദൈവസന്നിധി വന്ന് ആരാധിക്കണം. ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഇന്ന് പകൽ നിനക്ക് മുമ്പുള്ള കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് നീ വീട്ടിലിരിക്കാതെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവസന്നിധി വന്ന് ദൈവത്തോട് പറ, അപ്പാ എനിക്ക് അന്നെ ഒന്ന് കാണണം. സാഹചര്യമുള്ളവരാരും വീട്ടിയിരിക്കരുത്. ഇവിടെ ചൊവ്വാഴ്ച ഉപവാസ പ്രാർത്ഥന ആലയത്തിലുണ്ട്. 3 മണിക്കൂർ 2.5 മണിക്കൂറായി കുറച്ചു. 10 തുടങ്ങി 12 നിർത്തും, ബസ്സിലൊക്കെ വരുന്നവർക്ക് പോകാൻ സൗകര്യത്തിന്. എന്നാലും പല മുടന്ത ന്യായം പറഞ്ഞ് വീട്ടിയിരിക്കുന്നവരുണ്ട്. കൂലിപ്പണിക്ക് ചെയ്യുന്നവർ പോകുന്നവരോട് നിങ്ങൾ കൂലിപ്പണി അല്ലെങ്കിൽ ജോലി മാറ്റി വെച്ച് വരാൻ പറയാൻ കഴിയില്ല. പക്ഷെ വീട്ടിയിരിക്കുന്നവരില്ലേ? എന്താ നമ്മുടെ മുമ്പുള്ള കല്ല് മാറാൻ തടസ്സം? അത് പാസ്റ്റല്ല നീക്കേണ്ടത്. പിന്നെയോ നമ്മൾ വായിച്ചു കേട്ട എന്താ? സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേൽ. എന്താ ദൂതനാണ് ഇരുന്നത്? ഈ സഹോദരിമാര് വന്ന് യേശു കിടന്ന കല്ലറ ഒന്ന് കണ്ട് ആശ്വസിക്കാൻ കഴിയാതെ വണ്ണം ആരെങ്കിലും തിരിച്ചുരുട്ടി വെക്കല്.
സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റിയിട്ട് അതിന്റെ മീതെ ഇരിക്കുക. ഇനി ആരും ഇതിനകത്ത് എത്തിയല്ല ഉരുട്ടി വയ്ക്കരുത്. ആർക്കു വേണ്ടിയാ? കല്ലുരുട്ടി വെച്ചത് കണ്ട സഹോദരിമാർ വില കൊടുത്ത് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ കല്ലറയ്ക്കൽ വരിക. വെറും കൈയോടല്ല, പിന്നെയോ സുഗന്ധദ്രവ്യവുമായി. അതാണ് അവരുടെ പ്രത്യാശ. അവിടെ മുമ്പിലുള്ള വിഷയമുണ്ട്. ആ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും. ആ കല്ലിന് മുദ്ര വെച്ചതോ കാവൽക്കൂട്ടത്തെ ആക്കിയതോ ഈ പാവം സ്ത്രീകൾ അറിഞ്ഞില്ല. പക്ഷെ അവിടെ ആകത്ത് കാത്തുന്നൊരു ദാഹം. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദാഹമുണ്ട്? എത്ര പേർക്ക് ആ ദാഹത്തോടെ ആ ദൈവശ്രീ വന്നത്? ഇന്നത്തെ സഭായോഗം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഞാൻ ചുമക്കുന്ന സകല വിഷയത്തിനും പരിഹാരം കണ്ടിട്ടേ വരികയുള്ളൂ. എത്ര പേർക്ക് ആ ദാഹമുണ്ട്? ആ താല്പര്യത്തോടെ ആരൊക്കെ ആലയത്തിനകത്ത് വന്നു, അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ ദൈവം ദൂതനെ ഇറക്കുന്നത്. കർത്താവിന്റെ ദൂതൻ കല്ലുരുട്ടി മാറ്റി. അതുമേൽ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവർ ഒരിക്കൽ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്തെ കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയതായി കണ്ടു. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, ആ സഹോദരിമാർ വന്നപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു. ഈ സഹോദരിമാർ ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റുമെന്ന വേദനയോടെ വന്നപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസികമായ വ്യത പാസ്റ്ററോട് പറയാൻ കഴിയില്ല, വിശ്വാസിയോട് പറയാൻ കഴിയില്ല. ഞാൻ ആരോട് പറയുമെന്ന വ്യാകുലതയോടെയാണ് ആരെങ്കിലും വന്ന് അവർ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി വിടുതൽ വരും. ഇവിടെ വന്നും ആതുറക്കാതെ മൗനമായിരിക്കേണ്ട സ്ഥലമല്ല. ദൈവത്തോട് പറയാൻ അവസരമുള്ളപ്പോൾ ദൈവത്തോട് പറയാം. ഇവിടെ കർത്താവിനെ കാണുവാൻ കല്ലുരുട്ടി മാറ്റിക്കുന്നത് കണ്ടു. അടുത്ത ഭാഗം. അടുത്ത് കടന്നാറ് യേശുവിന്റെ ശരീരം കണ്ടില്ല. യേശുവിന്റെ ശരീരം അവർക്ക് കാണാൻ കഴിഞ്ഞു. അവരൊരുക്കി വെച്ചത്, വില കൊടുത്ത് വാങ്ങിയത് യേശുവിന്റെ മേൽ പൂശാൻ കഴിയില്ല. യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ ഒരു വെങ്കൽ ഭരണി സുഗന്ധ തൈലം യേശുവിന്റെ കാലിൽ പൂശിയപ്പോൾ യേശു കർത്താവിന്റെ പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഈ വെറിച്ചെലവ് എന്തിന്? യേശു പറഞ്ഞു, എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നു അതൊക്കെയും ഇവളെ കുറിച്ച് പ്രസംഗിക്കും. അവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ശവസംസ്കാരത്തിന് ശേഷം യഹൂദന്മാരുടെ ആചാരപ്രകാരം സുഗന്ധവർഗം പൂശുന്ന അവസരമുണ്ട്. പക്ഷേ യേശുവിന്റെ മേൽ സുഗന്ധവർഗം പൂശാൻ ഉലകത്തിൽ ആർക്കും അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തെന്ന് യേശു പറയുകയാണ്. യേശുവിന്റെ മരണത്തെ കുറിച്ച് യേശു പ്രവചിക്കുക. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി വല്ലതും ചെയ്തോ? മരിച്ച ശേഷം എന്റെ ശരീരത്തിന് വേണ്ടി നിങ്ങളൊന്നും ദൈവത്തിന്റെ വചനം ഞാൻ ഈ മരണ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. മരിച്ച ശേഷം ഒരു വ്യക്തി മരിച്ച വ്യക്തിയുടെ പേരിൽ ചെയ്യുന്നതെല്ലാം ഒരു വാഴക്കുല വെട്ടിയെടുത്ത ശേഷം വാഴയുടെ മൂട്ടിൽ വളം വയ്ക്കുന്നത് പോലെയുള്ളൂ. മരിച്ച ശേഷമുള്ള ഒരു പ്രവൃത്തിയും ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നില്ല. അതെല്ലാം നിഷ്ഫലമാണ്. യേശു ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ചെയ്ത എന്റെ ഡെഡ് ബോഡിയിൽ പൂശാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുകയില്ല എന്ന് കർത്താവ് പ്രഖ്യാപിക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്ന് കല്ലറവാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഏറ്റവും രാവിലെ ഇരുട്ടോടെ ഒരു സ്ത്രീ കല്ലറത്തോട്ടത്തിൽ ചെല്ലുകയാണ്. നമുക്കൊന്ന് ചോദിക്കാം, പാസ്റ്റർമാരോട് പോയി, വലിയ വിശ്വാസികളോട് പോയി,
യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പോയി. വേറെ 70 ശിഷ്യന്മാരുണ്ടായിരുന്നില്ലേ? ഭൂതങ്ങളിൽ നിന്ന് വിടുവിച്ച മറ്റനേകരുണ്ടായിരുന്നില്ലേ? പുരുഷന്മാർ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാനുണ്ടായിരുന്നില്ലേ? അവരെന്തേ എവിടെ പോയി? ഈ 7 ഭൂതങ്ങൾ വിട്ടുപോയി സൗഖ്യമാക്കി മംഗലക്കാരെത്തി മറിയാം. ഇരുട്ടുള്ളപ്പോൾ കല്ലറത്തോട്ടത്തിലെത്തി. എന്താ? യേശുവിനെ എനിക്കൊന്ന് കാണണം. എത്ര ഹൃദയത്തിനകത്ത് ആ വാഞ്ച വന്നു. ഇന്ന് പകൽ എനിക്ക് യേശുവിനെ കാണണം. യേശുവിനെ കാണുവാനുള്ള ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ടോ? ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ദൈവം വാഗ്ദത്തം ചെയ്യും. യേശുവിനെ കാണുവാനുള്ള വാഞ്ചയോടെയാണ് വന്നെങ്കിൽ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം വായിക്കുമ്പോൾ, അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാൻ വന്ന മഗ്ദലക്കാരത്തെ മറിയയെ കുറിച്ച് പറയുന്നത് വായിക്കാം. അവൻ ആശവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. ഈ മറിയയ്ക്കാണ് കർത്താവ് ആദ്യം പ്രത്യക്ഷമായി. യേശുവിന്റെ കൂടെ നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. 3.5 വർഷക്കാലം തീറ്റിപ്പോറ്റിയ ഒരു മനുഷ്യനും ഇല്ലാല്ലോ. യേശുവിന്റെ പ്രത്യക്ഷത കാണാം. യേശുവിനെ മരിച്ചടക്കം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ പ്രധാന ശിഷ്യൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾ വെറുതെ കൂടെ കൂട്ടിക്കോ. നമ്മളൊക്കെ അങ്ങനെ ഇല്ല. ഇന്ന് പകൽ ഈ മംഗലക്കാരത്തിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ 1-ാമത് കണ്ടതവളാണ്. മറ്റാരും കാണും മുമ്പേ ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം. പാട്ടുകാർ പറഞ്ഞു, യേശുവിനെ കാണേണം, യേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, യേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, യേശുവിനെ കാണേണം. എത്രയൊക്കെ ആ തീവ്രതയുണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ. എനിക്ക് യേശുവിനെ കാണണമെന്ന് ആ തീവ്രതയോടെയാണ് നമ്മൾ കടന്നു വന്നത്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഒരു വിഷയമേ അല്ല, കല്ലൊരു വിഷയമേ അല്ല. യേശുവിനെ കാണുവാനുള്ള തീവ്രതയോടെയാണ് ഇന്ന് പകൽ യേശുവിന്റെ സന്നിധി വന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിനെ കാണുവാൻ ഒരു തീഷ്ണതകത്ത് വരട്ടെ. ഇവിടെ വന്ന് പാസ്റ്റർമാരെ കണ്ടിട്ട് കാര്യമില്ല, പാട്ട് പാടുന്നവരെ കണ്ടിട്ട് കാര്യമില്ല, ഇവിടെ ബഹളം വയ്ക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കാര്യമില്ല. കർത്താവിനെ കാണുവാൻ സകലതും മറന്നു ദൈവമുഖത്തേക്ക് നോക്കാം. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക. ഈ യേശുവിനെ വ്യക്തിപരമായി ഒന്ന് കാണുവാൻ തടസ്സങ്ങൾ മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനാ കുറവ് ദൈവത്തോട് ഏറ്റു പറയാം. കൂട്ടായ്മ ബന്ധത്തിൽ വന്നുപോയ കുറവ് ദൈവത്തോട് ഏറ്റു പറയാം. ആത്മീയ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയാം. എന്റെ ഉത്തരവാദിത്വങ്ങൾ എവിടേക്ക് ഒഴിഞ്ഞുപോയത് യേശുവിനോട് ഏറ്റു പറയാം. യേശുവിനെ കാണുവാൻ, വ്യക്തിപരമായ ഒന്ന് യേശുവിനെ കാണുവാൻ, ആ കർത്താവിൽ നിന്ന് നേരിട്ട് ചിലത് പ്രാപിക്കുവാൻ, സകല തടസ്സങ്ങളും മാറ്റി. കർത്താവിന്റെ ദൂതന്മാർ ആ സഹോദരിമാരോട് പറയുന്നു, യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തന്റെ ശിഷ്യന്മാർക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നു അവരോട് പോയി പറയുക. ആ സ്ത്രീകളോടാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്, നിങ്ങൾ ശിഷ്യന്മാരോട് പോയി പറയണം. ആത്മീകരം നടിക്കുന്ന പലരോടും ദൂത് പറയുവാൻ ചിലരുടെ വാതിലുകളെ തുറക്കുക എന്ന് പറഞ്ഞു. ആത്മീകരായ ചിലരോട് ദൈവത്തിന്റെ ആലോചന പങ്കിടുവാൻ ചിലരുടെ ആദരങ്ങളെ ദൈവം തുറക്കുക. ചില പ്രവാചക നാവുകൾ ഇന്ന് പകൽ പ്രത്യക്ഷപ്പെടുക. ഇതുവഴി പ്രവർത്തിച്ചിട്ടോ ഇന്ന് പകൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചില നാവുകളെ അതിനായി വേർതിരിക്കുക.
സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങി. ചില കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുന്നത് പോലെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ പരിഹാസ വിഷയമാക്കുന്ന ചില കല്ലുകളെ ഉരുട്ടി മാറ്റി എന്റെ കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുവാൻ ഏറിയ വാഞ്ചയോടെ നീ ദൈവത്തിലായിരിക്കുന്നുവെങ്കിൽ എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നു അവർക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാൻ. കർത്താവേ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശുവിനെ ഒന്ന് കാണണം, യേശുവിന്റെ മുറിവേറ്റ കരങ്ങളെ എനിക്കൊന്ന് കാണണം. യോഹന്നാൻ, അതേ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ യേശുവിനെ കണ്ടതുപോലെ അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവനായി, വെള്ളോട്ട് സദൃശ്യമായ കാറുള്ളവനായി, ഹല്ലേലൂയ, തീപ്പന്തങ്ങളുള്ള കണ്ണുകളുള്ളവനായി, ഹല്ലേലൂയ, പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ സംസാരിക്കുന്ന കർത്താവിനെ യോഹന്നാൻ ദർശിച്ചതുപോലെ ഇന്ന് പകൽ എത്ര പേർക്ക് കാണുവാൻ മനസ്സുണ്ട്? അവർക്ക് ചോദിക്കാം, അപ്പാ നിന്നെ വന്ന് എനിക്ക് കാണണം, യേശുവിനെ കാണുവാൻ ആർത്തിയോടെ ഞാൻ കടന്നു വന്നിരിക്കുന്നു. പ്രാഗൽഭ്യത്തോടെ ഈ യേശുവിനെ കാണുവാൻ, എന്റെ വിഷയങ്ങളൊന്ന് പങ്കിടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആദരം തുറക്കാം, ദൈവത്തോട് നിലവിളിച്ച പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ എന്റെ കർത്താവ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അഗ്നി ജ്വാലക്കൊത്ത ആ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിഷയവുമില്ല. നിന്റെ മുമ്പിൽ കല്ലുവിട്ട് മാറ്റപ്പെടുകയാ, ചങ്ങലകൾ പൊട്ടുകയാ, അന്യായ ബന്ധനങ്ങൾ അഴിയുകയാ, മുഖത്തിന്റെ അമിക്കാരൻ അഴിയുകയാ, എല്ലാ മുഖങ്ങളും തകരുകയാ. ചില അന്ധകാരത്തിന്റെ അന്യായ ബന്ധനങ്ങള് ഇന്ന് മകൾ എന്റെ കർത്താവ് അഴിച്ചു മാറ്റുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് വിടുതൽ മാറിക്കുന്ന ദൈവത്തിന്റെ സ്വാധീനങ്ങൾ ഇന്ന് മകൾ പൊട്ടി മാറുകയാ. ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെട്ടു വരികയാ. ശിവ